അധ്യക്ഷൻ റവറൻഡ് ഫാദർ സ്റ്റീഫൻ മുക്കാട്ടിൽ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, സമയം ലാഭിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയാത്തത്. നമ്മൾ കടൽ കോൺക്ലേവ് നടത്തുകയാണ്. പല വിധത്തിലുള്ള പുതിയ നിയമങ്ങളും രീതികളുമൊക്കെ നമുക്ക് നമ്മുടെ സർക്കാരുകൾ നൽകുന്നുണ്ട്. പക്ഷേ എത്രമാത്രം, ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ തീരദേശത്തുൾപ്പെട്ട എത്ര ആളുകളുണ്ടെന്ന് നോക്കിയപ്പോൾ വളരെ ആ ഒരു ഉത്സാഹത്തെ അല്പം കുറവായിട്ട് കണ്ടു. എന്താണ് അതിനൊരു കാരണം എന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്നൊരു കഥയെ ഓർമ്മ വന്നത്. ഒരിടത്തൊരു കുരങ്ങുണ്ടായിരുന്നു. കുരങ്ങ് ഒരു തീരത്തുള്ള പുഴയുടെ തീരത്തുള്ള മരക്കൊമ്പിലിരിക്കുകയായിരുന്നു. അതിന് താഴെ ഇങ്ങനെ മത്സ്യങ്ങൾ വെള്ളത്തിലായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ കാണാൻ അവയ്ക്ക് ചാടി കളിക്കുമ്പോഴൊക്കെ ഇഷ്ടം തോന്നി. ഒരു മത്സ്യത്തോട് ഭയങ്കര ചങ്ങാത്തം കൂടി. ഈ വെള്ളത്തിലാകുമ്പം മുങ്ങിച്ചാകുമല്ലോ എന്നുള്ള ഭയം ഈ കുരങ്ങനുണ്ട്. പക്ഷെ മത്സ്യത്തിനതല്ലല്ലോ. അപ്പോൾ ഇത് കുരങ്ങെന്ത് ചെയ്തു, ഈ ഏറ്റവും ഇഷ്ടമുള്ള ആ മത്സ്യത്തെ എടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയി. അത് പറഞ്ഞ് എന്നെ വിടും, എന്നെ വെള്ളത്തിലേക്ക് വിട്ടേക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കുരങ്ങ് വിട്ടില്ല, പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം നിന്നെ ഞാൻ രക്ഷിക്കുകയാണ്. അവസാനം മത്സ്യം പിടഞ്ഞു ചത്തു. വേറൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ. പലപ്പോഴും നമ്മൾ നമ്മുടെ ആവാസ വ്യവസ്ഥയും ആളുകളുടെ ആവശ്യവും ഒക്കെ കൃത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പുരോഗമനത്തെ നാം ഏത് രീതിയിലാണ് ആസൂത്രണം ചെയ്യുന്നത്. പലപ്പോഴും ഭൗതിക തലങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ആ ജനതയ്ക്ക് എത്രമാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു സംവാദം വരുമ്പോൾ തീർച്ചയായിട്ടും ആ തീരദേശത്ത് വസിക്കുന്നവരും മത്സ്യബന്ധനത്തിലും മത്സ്യവിപണനത്തിലും ഒക്കെ ഇടപെടുന്നവരും തീരവും കടലുമായിട്ട് ബന്ധപ്പെട്ടവരുമൊക്കെ പ്രാക്ടിക്കലായിട്ട് അവർ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളും ആകുലതകളുമൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ദാർശനികമായിട്ടുള്ള കണ്ടെത്തലുകളും കാര്യങ്ങളുമൊക്കെ അവയോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു സഹായമാകുമെന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രയാസങ്ങളുടെ മുന്നിലാണ്. കടൽ എന്ന അമ്മ എല്ലാം സ്വീകരിക്കാൻ സർവം സഹയായി തീർന്നിട്ടുണ്ട്. എൻ്റെ സഹോദരൻ എൻ്റെ മെത്രാൻ പട്ടത്തിന് ശേഷം 1 വർഷം തികയുന്നതിന് മുമ്പ് മരിച്ചുപോയി. പക്ഷേ അതിനു മുമ്പേ എൻ്റെ ജ്യേഷ്ഠന് ക്യാൻസറായിരുന്നു. അമൃതയിൽ കൊണ്ടുപോകേണ്ടി വന്നു എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അന്നേരം ആ ഡോക്ടർ പറഞ്ഞൊരു സംഗതി, ഈ തരത്തിലുള്ള ഡിയോഡിനത്തിലേക്ക് പോകുന്ന ലിവറിൽ നിന്നുള്ള ബൈൽ ഡക്റ്റിൽ പോകുന്ന ബൈൽ ഡക്റ്റിൽ ഉണ്ടാകുന്ന ഈ ക്യാൻസർ സാധാരണ മത്സ്യം കഴിക്കുന്നവരിൽ ഉണ്ടാകുന്നതാണ്. അത് പ്രത്യേകമായിട്ടും അത് കടൽ മത്സ്യം കഴിക്കുന്നവർക്കുള്ളതാണ്. പുള്ളി ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ കൂടെയാണ്. പുള്ളി അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഞാനതിൽ നീട്ടി പറയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനം മൈക്രോ പ്ലാസ്റ്റിക്സ് ആണെന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ കടലിൻ്റെ മലിനീകരണം പല വിധത്തിലാണ്. കപ്പലുകളുടെ നാശം മുതൽ സർവ്വസംഗതികളും നടക്കുന്നുണ്ട്. നമ്മൾ തള്ളിവിടുന്നതുണ്ട്, നമ്മൾ ശ്രദ്ധയില്ലാതെ വിടുന്നതുണ്ട്. ഇതെല്ലാം നമ്മുടെ തീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഇപ്പം പുതിയ കോർപ്പറേഷൻ ചെയർമാനും മറ്റുമൊക്കെ പോയത്, മേയറുമൊക്കെ പോയത് കാര്യങ്ങളൊക്കെ പത്രത്തിലൊക്കെ വന്നു. നമ്മൾ സ്ഥായിയായി ഒരേ മനസ്സോടുകൂടെ ചില നവീകരണങ്ങൾ ചെയ്താലേ സംരക്ഷിക്കാം. അഷ്ടമുടിക്കായൽ വിഷലിപ്തമാണ്, അതിനെ സംരക്ഷിക്കാൻ ഹൈക്കോടതി ഓർഡറൊക്കെ ഉണ്ട്. എത്രമാത്രം അത് പ്രാവർത്തികമാകും? നമ്മുടെ എല്ലാവരുടെയും സഹകരണം വേണം. നമ്മളൊരു ദിശാബോധത്തോടെ നീങ്ങണം എന്ന് പറയാനാണ്. കാലാവസ്ഥ വ്യതിയാനം അത് ആഗോളതലത്തിൽ വന്നിരിക്കുന്നതാണ്. എങ്കിലും നമുക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്തുകൊണ്ട് ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തെ ഒന്ന് ഹാർനസ് ചെയ്യാൻ സാധിക്കുമോ? അതിൽ കടന്ന മത്സ്യബന്ധനം, വലിയ യാനങ്ങൾ വന്ന് പുറംകടലിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുമ്പോൾ, എന്നാൽ കേരമത്സ്യത്തിൻ്റെ ലഭ്യത വളരെ കൂടുതലാണെന്ന് കാണുകയും വലിയ യാനങ്ങൾ ആവശ്യമാണെന്ന് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. നമ്മളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന നമുക്കൊരു വലിയ യാനം എടുക്കാൻ പോലും കഴിവില്ലാത്ത നമ്മുടെ സമൂഹം, ഇതൊക്കെ നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതുപോലെ സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിൻ്റെ ക്ഷയം. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് പ്രാക്ടിക്കലിന് വേണ്ടി ഈ തിരുമല്ലാവാരം കടപ്പുറത്ത് വന്നിട്ട് ഹൈദ്രയെ കളക്ട് ചെയ്യുന്നത്. അപ്പം
കഥകൾ. അപ്പോൾ ഞാനത് പലപ്പോഴും നമ്മുടെ ഫാത്തിമ കോളേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജൈവ വൈവിധ്യമുണ്ട് നമ്മുടെ കോവിൽത്തോട്ടം മുതലുള്ള കടലോരങ്ങളിൽ. ഈ കോവിൽത്തോട്ടത്തു നിന്നുള്ള KMMൽ നിന്നുള്ള വിഷദ്രാവകങ്ങൾ കടലിലേക്കാണ് പോകുന്നത്. അതിൽ ചവിട്ടിക്കൊണ്ട് നാശങ്ങൾ, അതുപോലെ കരയിൽ തന്നെ വെള്ളം കെട്ടിക്കിടന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കരയും കടലും പരസ്പരം ബന്ധിതമാണ്. ഇവിടെ ഉണ്ടാകുന്ന നാശം അവിടെയും, അവിടെ ഉണ്ടാകുന്ന നാശം ഇവിടെയും ബാധിക്കുന്നു. ഓഖിയും പ്രളയവും ഒന്നും പ്രകൃതിയുടെ കലിയല്ല, പക്ഷെ മനുഷ്യൻ വരുത്തിയാണെന്നേ ഞാൻ പറയുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷമങ്ങൾ കാണും. അതുപോലെ കടൽ മണൽ ഖനനം, അത് വെറും കൺസ്ട്രക്ഷൻ സ്റ്റാൻഡാണെന്ന് പറയും. അതാണോ എന്ന് പരിശോധിച്ചറിയണമെന്ന് പിന്നീട് പറയും. അപ്പം നിയമങ്ങളെയൊക്കെ നമ്മളൊന്ന് ശരിക്കും നോക്കണം. ശരിക്കും നമുക്ക് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. ഇന്നുള്ളതിൽ നമ്മൾ കുറച്ചുകൂടെ പുരോഗമനത്തിലേക്ക് പോകണം. പക്ഷേ അതൊരിക്കലും ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ലൈഫ്സ് ഓഫ് പുവർ പീപ്പിൾ. ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. പാവപ്പെട്ടവരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻ്റല്ല, അത് സർവോന്മുഖമായ നാശമാണ്. ഒരിടത്ത് വലിയ കെട്ടിടങ്ങൾ ഉയരുമ്പം മറുപുറത്ത് ചേരി ഉയരുന്നത് പോലെ നാശങ്ങളുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊരു സമഗ്രതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ദിശാബോധം നമ്മുടെ സർക്കാരുകൾക്ക്, എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും ജുഡീഷ്യറിക്കും ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം, സമ്പത്തിൻ്റെ സുസ്ഥിരത, ചിലപ്പോൾ ഇപ്പോൾ തന്നെ പണ്ടുണ്ടായിരുന്ന ചിലത് കിട്ടുന്നില്ല, ചില പുതിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ഇപ്പം മത്തിയും ചാളയുമാണ് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പം മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പോയി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കണവയും കൊഞ്ചുമൊക്കെ കിട്ടിയിട്ടുണ്ട്. പണ്ടുള്ള അത്രയും കിട്ടിയിട്ടില്ല. അപ്പം മത്സ്യസമ്പത്ത് വർദ്ധിച്ചു എന്ന രീതിയിലാണ് പത്രം ഇട്ടിരിക്കുന്നത്. പക്ഷേ എത്രമാത്രം നമ്മുടെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടായെന്ന് കൂടെ ചിന്തിക്കണം. അപ്പോൾ മത്സ്യസമ്പത്തിൻ്റെ സുസ്ഥിരത, നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യകത, ഇതൊക്കെ ആ നിയമനിർമ്മാണങ്ങൾ ശരിയായ ദിശയിലായിരിക്കണമെന്നുള്ളത്, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളും സുരക്ഷയും, പരമ്പരാഗതത്തിൻ്റെ മാത്രമല്ല മറ്റ് മത്സ്യമേഖലകളെയും സുരക്ഷിതത്തോടെ നമ്മുടെ ഭാരതത്തിൻ്റെ മത്സ്യബന്ധനമായിരിക്കണം. മറ്റ് രാജ്യങ്ങൾ കടന്നു കയറുന്ന കുത്തക കമ്പനികൾ കടന്നു കയറിക്കൊണ്ട് നാശം കൊണ്ടുവരുന്നതൊക്കെ ഉണ്ട്. മലിനീകരണം, കാലാവസ്ഥ വ്യതിയാനം, ഇതൊക്കെ നമ്മുടെ പാഠ്യവിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ചർച്ചയുണ്ടാവട്ടെ, നല്ല സൊല്യൂഷൻസ് ഉണ്ടാവട്ടെ, അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ നൂതന സാമ്പത്തിക സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങൾ എങ്ങനെ കൈവരിക്കാമെന്ന്, ആധുനിക സമുദ്ര വ്യവസായവൽക്കരണത്തെ എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ കേരള തീരത്തെ ജനങ്ങൾക്ക്, അങ്ങ് മുകളിൽ നിന്ന് അങ്ങ് താഴെ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾക്ക് അത് പ്രായോഗികമാക്കാമെന്ന്, എങ്ങനെ ബ്ലൂ എക്കോണമി നമുക്കിനി നമ്മുടെ ജനങ്ങളുടെ അഡ്വാൻറ്റേജിനായിട്ട് ഉപയോഗിക്കാമെന്ന് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മത്സ്യവ്യവസായവും അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക സാധ്യത, അതുപോലെ കൾച്ചറും ഹെറിറ്റേജും പ്രധാനപ്പെട്ടതാണ്. അവയെ നശിപ്പിച്ചുകൊണ്ടൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അവയെ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്ന്, നമ്മുടെ സംസ്കാരവും നമ്മുടെ ഹെറിറ്റേജും ഒക്കെ ഇപ്രകാരം അതുപോലെ സംരംഭകത്വം, അതിലൂടെ നമുക്ക് എങ്ങനെ വളരാമെന്ന്, അതുപോലെ യുവജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ നൈപുണ്യ വികസനത്തിലൂടെ എങ്ങനെ വളർത്താമെന്ന് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ, പ്രത്യേകിച്ച് കടലിനോടും തീരക്കടലിനോടും ഒക്കെ ചെയ്യുന്ന ദ്രോഹങ്ങളും തീരത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ട് കടലിനെ അമ്മയെപ്പോലെ സ്നേഹിക്കാൻ, ഭൂമിയെ അമ്മയെപ്പോലെ സ്നേഹിക്കുവാൻ, ആ സ്നേഹത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ജനതയായി മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായും ഈ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തതായും പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.